ഹലോ, വെൽക്കം ബാക്ക് ടു M2M വ്ളോഗ്സ്. ഇന്നത്തെ വീഡിയോ നടുക്കിരിക്കുന്ന പുൽക്കൂടില്ലേ, അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ വെക്കാൻ പാകത്തിന് വലുതല്ല കേട്ടോ, ചെറുതാണ്. ചെറുതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗുഡ് നൈറ്റിൻ്റെ ലിക്വിഡ് ബോക്സാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കണേ. അപ്പോൾ അതിലുണ്ടാക്കുമ്പോൾ എത്രത്തോളം വലുപ്പം വരും, ചെറുതാണ്, ഒരു സ്ക്വയർ ഷേപ്പ് ചെറുത് കേട്ടോ. അപ്പോൾ അതാണ് ഉണ്ടാക്കണം കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പം ഇത് ആദ്യം എടുത്തിട്ട് ഒരു ആർച്ച് മാതിരിയൊക്കെ വെട്ടിക്കൊടുക്കുക. താഴെ ഭാഗം ചതുരം പോലെ മേളിലൊരു ആർച്ച് പരുവത്തിന്, വട്ടം പരുവത്തിനാണ് വെട്ടിയിട്ടുള്ളത്. അതായത് ഇപ്പോൾ കാണുന്നില്ലേ, അതേപോലെ വരച്ചെടുത്തിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമുണ്ടായിരിക്കും. അതിനുശേഷം നമ്മുടെ അട്ടപ്പെട്ടിയില്ലേ, അട്ടപ്പെട്ടിയുടെ ഒരു സൈഡ് പൊളിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടവട്ടം പോലെ ഉണ്ടാവില്ലേ, അതെടുക്കണം കേട്ടോ. അതെടുക്കുമ്പോൾ നമുക്ക് ഭിത്തിയിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റായിരിക്കും. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു പുൽക്കൂടിൻ്റെ ഭിത്തി ശരിയാക്കണം കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എൻ്റെ വീട്ടിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുമായിരുന്നു. അതായത് ഞാനൊരു 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ ആയപ്പോൾ അതിനപ്പുറത്തേക്ക് പുൽക്കൂട് ഉണ്ടാക്കിയതായിട്ടൊന്നും ഞാൻ ഓർക്കുന്നതേ ഇല്ല. പിന്നെ എന്തെങ്കിലും ഒരു കമ്പ് വെച്ചിട്ട് അതിൽ ഇങ്ങനെ ട്രീ പോലെ ആക്കിയിട്ട് അതൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നെ സ്റ്റാർ ഇടും, അത്രേ ഓർക്കുന്നുള്ളൂ. പിന്നെ പുൽക്കൂട് വെച്ചതിൻ്റെ അടുത്ത് അങ്ങനെ വലിയ കാര്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇതിന് മുന്നേയൊക്കെ ഞാൻ ചെറുതൊക്കെ ആയിരുന്ന സമയത്ത് വീട്ടിൽ പുൽക്കൂട് ഉണ്ടാക്കുന്നത് കമ്പൊക്കെ നാട്ടിയിട്ടുള്ളതൊക്കെ ആയിരുന്നു. അതുപോലെ മണ്ണൊക്കെ ഇട്ടിട്ട് കിണറൊക്കെ കുത്തി അങ്ങനെയൊക്കെ കേട്ടോ. പിന്നെ അങ്ങോട്ട് പ്രായമായതിനു ശേഷം ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു കുഞ്ഞ് പുൽക്കൂട് ഞാൻ ഭിത്തിയൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഭിത്തിയായിട്ട് ഞാൻ ആ കാർഡ്ബോർഡിൻ്റെ നമ്മൾ വെട്ടിയെടുത്തില്ലേ, അതിൻ്റെ ഒരു പീസാണ് വെച്ച് കൊടുക്കണേ. അതിനുശേഷം 4 ഭാഗത്തും ഈ എന്താ പറയുക, അട്ടപ്പെട്ടിയുടെ ആ സാധനം പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനൊരു മേൽക്കൂര സെറ്റാക്കണം. മേൽക്കൂര സെറ്റാക്കുന്നത് ഞാൻ അടിപൊളിയായിട്ടൊരു വമ്പൻ വിദ്യയൊക്കെ ആയിട്ടാണ് സെറ്റാക്കണം കേട്ടോ. പിന്നെ ഞാൻ അതിൻ്റെ ഉള്ളിൽ സ്റ്റാപ്ലർ കൂടെ അടിച്ച് സെക്യൂർ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളെടുത്ത പശ അതത്ര നല്ല പശയല്ല, കാരണം ഒട്ടിച്ചതിന് ശേഷം അതെല്ലാം തന്നെ പൊളിഞ്ഞു പോരുമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്തായാലും സ്റ്റാപ്ലറും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആ ആർച്ച് വെട്ടിയെടുത്തില്ലേ, അതിതാ ഇങ്ങനെ വട്ടത്തിൽ ചുരുക്കിയിട്ട് മേൽക്കൂര വെക്കുന്നതിൻ്റെ അടിയിലായിട്ടൊന്ന് വെച്ച് കൊടുത്തു. കാരണം അട്ടപ്പെട്ടീൻ്റെ കുറച്ച് നാൾ പഴക്കമുള്ള അട്ടപ്പെട്ടിയായ കാരണം അത് നല്ല സ്പോഞ്ച് പരുവത്തിനായിരുന്നു കേട്ടോ. കാരണം അത് ഇങ്ങനെ ചളിച്ചളായിട്ട് പോരുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ആ വേസ്റ്റ് ബോർഡ് ഒന്ന് റൗണ്ട് ഷേപ്പിൽ കൊടുക്കുകയാണെങ്കിൽ മേൽക്കൂര സെറ്റായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് അടുത്ത പരിപാടി, നമ്മളിതിലേക്ക് കളർ അടിക്കാൻ പോവാണ് കേട്ടോ. ലാസ്റ്റ് വരുമ്പോൾ റിസൾട്ട് സൂപ്പറാണ്, പക്ഷെ ഉണ്ടാക്കുന്ന കാണുമ്പോൾ കുറച്ച് കോമഡി ആയിട്ടൊക്കെ തോന്നുമായിരിക്കും കേട്ടോ. പക്ഷേ നല്ല സെറ്റായിട്ട് വന്നായിരുന്നു. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കുക. മേൽക്കൂരേൻ്റെ കളറ് ഒരു ബ്രൗൺ കളർ ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ലൈറ്റായിട്ട് യെല്ലോവും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ മേൽക്കൂര ഇടയ്ക്കിടയ്ക്ക് പൊളിഞ്ഞു വന്നു കേട്ടോ. അപ്പം ഞാൻ നമ്മുടെ ഫെവിക്വിക്കിൻ്റെ ഫെവി ഫ്ലാസ്ക് അങ്ങനെ എന്തൊരു സംഭവം ആ സൈഡിൽ നിന്ന് പശ കണ്ടില്ലേ, ആ പശയും കൂടെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയോ, പശയുടെ പേര് ഫ്ലസ്ക്യൂക്ക്. അതും കൂടെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല സെക്യൂറായിട്ടിരുന്നു കേട്ടോ മേൽക്കൂര. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ വൈറ്റ് കളറും യെല്ലോ കളറും പിന്നെ നമ്മൾ ഈ ബ്രൗൺ കളറോട് മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ പുൽക്കൂടിന് കളർ അടിച്ചത് കേട്ടോ. ഇത്രയും വരെ എത്തിയപ്പോൾ എനിക്ക് റിസൾട്ട് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ ഈ പുല്ലൊക്കെ ഉള്ള പോലെയൊക്കെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പച്ച കളറും കൂടെ അടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളിൽ ലൈറ്റ് വരുന്ന സമയത്ത് ആ പച്ച കളർ കുറച്ച് എടുത്ത് നിൽക്കണ പോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പച്ച അടിച്ച് കൊടുത്തത്. പിന്നെ നമ്മുടെ മേൽക്കൂരേൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള ആ റൗണ്ടില്ലേ, അത് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റുമായിരുന്നു. കാണാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് ഞാനൊരു ബ്രൗൺ കളറിലെ പേപ്പർ കിട്ടിയിട്ട് മേളിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഫൈനൽ റിസൾട്ട് ഈ കാണുന്നതാണ് കേട്ടോ. ഉണ്ണിയേശിനെ കിട്ടിയില്ല, അതുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരു കുഞ്ഞ് അപ്പൂപ്പനെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ടാറ്റാ. എല്ലാവരും വീട്ടിൽ കുഞ്ഞു കുഞ്ഞു പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, സംഭവം അടിപൊളിയല്ലേ. Dying in the streets. For Christmas I just want a little peace. Be blind to one another, the differences are small. We all have got a cross to bear, we all have got our faults. For once when we're affronted, can we turn the other cheek? For Christmas I just want a little peace. And if the fates should bless us with